പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു തആല ഈ പരിശുദ്ധമായ ദിവസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സകല പാപങ്ങളും അല്ലാഹു മാഫ് ചെയ്യുമാറാവട്ടെ. ജീവിക്കുന്ന കാലത്തോളം ആഫിയത്തോടെ ഇസ്സത്തോടെ ജീവിച്ച് മരണം ഖൈറാകുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഷഹാദ ചൊല്ലി മരിക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങളുടെ ഖബറിടം അല്ലാഹു വിശാലമാക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ സന്താനങ്ങൾ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാ മുഅ്മിനീങ്ങളെയും അല്ലാഹു അവൻ്റെ ജന്നാത്തുൽ നഈമിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായി. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തന്റെ സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്യുന്നു, മസലുൽ മുഅ്മിനി കമസലി ഖാമത്തി സറഇ. മുഅ്മിനായ ഒരു മനുഷ്യന്റെ ഉദാഹരണം, ഉപമ, അത് ഒരു ചെറിയ ചെടിക്കുറ്റി പോലെയാണ്, കുറ്റിച്ചെടി പോലെ. യഫീഉ വറഖുഹു മിൻ ഹൈസു അതത്ഹ റീഹു തുകഫിഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ചെറിയ ചെടികൾ ശക്തമായ കാറ്റ് അടിച്ചു വീശുമ്പോൾ അത് ചാഞ്ഞും ചെരിഞ്ഞുമൊക്കെ പോകുന്നത് പതിവാണ്. പക്ഷേ പൈദാ സഖനത്ത് ഇഅ്തദലത്, നബി തങ്ങൾ പറയുന്നു, കാറ്റ് ശാന്തമായാൽ ആ ചെടി വീണ്ടും ഇതാ മെല്ലെ മെല്ലെയായി നല്ല ലെവലിൽ തന്നെ അത് വന്നു നിൽക്കും. വകദാലികൽ മുഅ്മിനു യുകഫഉ ബിൽ ബലാ. ഇതുപോലെയാണ് മുഅ്മിനായ മനുഷ്യൻ. ചില സമയങ്ങളിൽ അവന് സഹിക്കാൻ പറ്റാത്ത വലിയ പരീക്ഷണങ്ങൾ വരുമ്പോൾ അവൻ വീണുപോകും. അവന്റെ ഇസ്സത്തിനും അഭിമാനത്തിനും ക്ഷതം വരും. ജനങ്ങൾക്കിടയിൽ ഇറങ്ങി സഞ്ചരിക്കാനും ജനങ്ങളോട് അഭിമുഖീകരിക്കാനും ഒക്കെ അവന് മടിയും വിഷമവും പ്രയാസവും ഉണ്ടാവും. എന്നാൽ ഒരു നിമിഷം കഴിയുമ്പോൾ പ്രിയപ്പെട്ടവരെ, അവൻ പിന്നെയും ഇതാ സ്റ്റേണായി സുസ്മേരവദനായി തിരിച്ചു വരികയാണ്. അതേസമയം മസലുൽ കാഫിരി കമസലിൽ അർസഹ് സമ്മാഅ മുഅ്തദിലതൻ ഹത്താ യഖ്സിമഹ അല്ലാഹു ഇദാ ശാ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, അവിശ്വാസിയായ ഒരു മനുഷ്യന്റെ ഉപമ എങ്ങനെയാണെന്നറിയോ? വളയാത്ത ഒരു പൈൻ മരം പോലെയാണ്, നീണ്ടു നിൽക്കുന്നു. കാണുമ്പോൾ എന്തൊരു ഭംഗിയാണ്, എന്തൊരു ആരോഗ്യമാണ്. പക്ഷേ ശക്തമായ കാറ്റ് അടിച്ചു വീശിയാൽ പ്രിയപ്പെട്ടവരെ അത് കടപുഴകി അങ്ങ് വീണുപോകും. പിന്നെ അതിന് എണ്ണിട്ട് നിൽക്കാൻ പോലും സാധ്യമല്ലാത്ത വിധം ഭൂമിയിൽ നിന്ന് പിഴുതെറിയപ്പെടുമെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിനു വേണ്ടിയാണ് ഞാൻ ഈ സംഭവം പറഞ്ഞത്. കഴിഞ്ഞ 2-3 ആഴ്ചകളായി പാർലമെന്റിൽ നടക്കുന്ന വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് പ്രിയപ്പെട്ടവരെ, ഈമാനുള്ള മുസ്ലിമീങ്ങൾ വലിയ വിഷമത്തിലും പ്രയാസത്തിലുമായിരുന്നു. നിങ്ങൾ നോക്കൂ, 1000 വർഷക്കാലമൊക്കെ ഇവിടെ ആരാധനകൾക്ക് വേണ്ടി, മദ്രസകൾക്ക് വേണ്ടി, പള്ളിക്ക് വേണ്ടി, വിദ്യാഭ്യാസങ്ങൾക്ക് വേണ്ടി വഖഫ് ചെയ്യപ്പെട്ട ഭൂമി പ്രിയപ്പെട്ടവരെ പല കരിനിയമങ്ങളിലൂടെയും അത് മുസ്ലിങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത് അതിൽ മറ്റുള്ള സമുദായക്കാരെ കൂടി ഭാഗവക്കാകാൻ അതോറിറ്റികൾ ഉണ്ടാക്കി കുൽസിതമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവസാനം ഇതാ അത് സുപ്രീം കോടതി വന്നിട്ട് പറയാണ്, ഈ പോക്കൊന്നും ശരിയാവൂല, പാർലമെന്റിലെ നിങ്ങളുടെ തീരുമാനം ശരിയല്ല. എംപികൾ അവിടെ നിന്ന് അട്ടഹാസിച്ച് പ്രിയപ്പെട്ടവരെ പല ആളുകളും അവരെ കൊണ്ട് പറ്റാവുന്ന വിധത്തിലെല്ലാം പറഞ്ഞു നോക്കി. പക്ഷേ അതിനൊന്നും യാതൊരു വിലയും കൽപ്പിക്കാതെ അവരുടെ ശബ്ദങ്ങളെല്ലാം കാറ്റിൽ പുറത്ത് നിയമം പാസാക്കി അന്ന് ഉത്തരേന്ത്യയിലെ പല ഭാഗങ്ങളിലും മദ്രസകളും പള്ളികളും ഒക്കെ പൊളിക്കപ്പെട്ടത് ഇവിടുത്തെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ നിങ്ങൾ നോക്കൂ, ദിവസങ്ങൾക്ക് മുമ്പ് ഇതാ സുപ്രീം കോടതി ഇടപെട്ടിട്ട് പറയാണ്, ഈ നിയമം, ഈ കരിനിയമം ഒരിക്കലും നടപ്പിലാക്കാൻ പറ്റില്ല. ഇത് ഒരു വിഭാഗത്തെ മാത്രം പാർശ്വവൽക്കരിച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന വിധിയാണ്. ഇത് ഒരു സമൂഹത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഉദ്ദേശിച്ചുണ്ടാക്കിയ വിധിയാണ്. അതുകൊണ്ട് നിങ്ങളുടെ നിയമ കേന്ദ്രങ്ങളിൽ, നിങ്ങളുടെ ആരാധനാലയങ്ങളുടെ അതോറിറ്റികളിൽ, കമ്മിറ്റികളിൽ മുസ്ലിമീങ്ങൾ കടന്നു വരണമെന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാകും? നിങ്ങൾക്കാർക്കെങ്കിലും അത് ഉൾക്കൊള്ളാൻ കഴിയുമോ?
എന്നാൽ ഇതുപോലെയാണ് വഖഫ് സ്വത്ത് കൈകാര്യം ചെയ്യാൻ മുസ്ലിങ്ങളല്ലാത്ത അവിശ്വാസികൾ കൂടി ഒരു നേതൃത്വം ഉണ്ടാക്കിയാൽ, ഒരു അതോറിറ്റി ഉണ്ടാക്കിയാൽ അത് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ്. നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ തനതായ പാരമ്പര്യത്തിനെതിരായ ഈ ഒരു വിധി ഒരിക്കലും സുപ്രീം കോടതി അംഗീകരിക്കുന്നില്ല. അത് സ്റ്റേ ചെയ്തിരിക്കുന്നു എന്ന് മാത്രമല്ല, പ്രിയപ്പെട്ടവരെ, കേന്ദ്ര ഗവൺമെന്റിനോട് ഇതുവരെ വഖഫായി അംഗീകരിക്കപ്പെട്ട ഭൂമിയിൽ ഒരു നിലക്കും നിങ്ങൾക്കത് വഖഫല്ല എന്ന് എഴുതാനും തീരുമാനമെടുക്കാനും പറ്റുന്ന വിധത്തിലുള്ള ഒരു നിയമവും ഒരിക്കലും പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് വളരെ വ്യക്തമായി സുപ്രീം കോടതി ഇടപെട്ടുകൊണ്ട് ഇവിടത്തെ കേന്ദ്ര ഗവൺമെന്റിനെ, പ്രിയപ്പെട്ടവരെ, അച്ചടക്കം പഠിപ്പിച്ചിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് വളരെയേറെ സന്തോഷദായകമായ മുഹൂർത്തമാണ് ഈ നിമിഷങ്ങൾ. കേരളക്കരയിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം പണ്ഡിതന്മാരും രാഷ്ട്രീയ പ്രമുഖരുമായ പല ആളുകൾ നമ്മളിവിടെ വളരെ ന്യൂനപക്ഷമാണ് എന്ന് നമുക്കറിയാം. പക്ഷേ നിരന്തരമായി നാം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയും, പ്രിയപ്പെട്ടവരെ, അല്ലാഹുവേ, അങ്ങനെ ഒരു കരിനിയമം ഇവിടെ ഒരിക്കലും ഉണ്ടാകരുത്. അത് നമ്മുടെ പള്ളിക്ക് ഭീഷണിയാണ്, മദ്രസക്ക് ഭീഷണിയാണ്, സ്ഥാപനങ്ങൾക്ക് ഭീഷണിയാണ്. ദീനിന്റെ നിയമങ്ങൾ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പലപ്പോഴും പറ്റാത്ത ഒരു സാഹചര്യം ഈ നിയമങ്ങളിലൂടെ ഉണ്ടാക്കാൻ പരിശുദ്ധമായ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ടാർഗറ്റ് ചെയ്തുകൊണ്ട് മാത്രം നടപ്പിലാക്കാൻ പോകുന്ന ഈ നിയമത്തെ നടപ്പിലാക്കാൻ പാടില്ല എന്ന് വിശ്വാസികളായ ആളുകൾ നിരന്തരമായി പ്രാർത്ഥിക്കുകയും അതിനെതിരെ ഇടപെടുകയും ചെയ്തതിന്റെ ഫലമായിട്ടാണ്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിയമം അതാ സുപ്രീം കോടതി ഇപ്പോൾ പാസാക്കിയിട്ടുള്ളത്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് അതാണ് ഞാൻ നിങ്ങളോട് ബുഖാരിയുടെ ഹദീസിലൂടെ ഓർമ്മപ്പെടുത്തിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുഅ്മിനായ മനുഷ്യൻ ഒരു ചെറിയ കുറ്റിച്ചെടി പോലെയാണ്. ശക്തമായ മഴ കാറ്റടിച്ച് വീശുമ്പോൾ അത് ചാഞ്ഞു പോകും, ചെരിഞ്ഞു പോകും. പക്ഷെ ആ കാറ്റ് നിന്നാൽ പിന്നെയും അത് നിവർന്നു നിൽക്കും. അതുപോലെ എന്നാൽ നിങ്ങൾ നോക്കൂ, വലിയ വലിയ മരങ്ങൾ, ഇവിടത്തെ അവിശ്വാസികളുടെ ഉപമയാണത്. വലിയ വലിയ മരങ്ങൾ കാറ്റടിച്ച് വീണുപോയാൽ കടപുഴകി വീണുപോകും, അവർക്ക് പിന്നീട് ഉയർത്തെഴുന്നേൽക്കാൻ സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിൻ്റെതാണ് വിശുദ്ധമായ ദീൻ. ഇന്നാ നഹ്നു നസ്സൽന الذിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. വിശുദ്ധമായ ഖുർആനിനെ അവതരിപ്പിച്ചത് നമ്മളാണ്. ആ ഖുർആനിന്റെ സംരക്ഷണം നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ്, പ്രിയപ്പെട്ടവരെ, പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ലോകത്തെ പഠിപ്പിച്ച വിശുദ്ധമായ ഖുർആനിന്റെ സൂക്തമാണ് ഇതെങ്കിൽ ആ ഖുർആനിന്റെ നിലനിൽപ്പ്, അത് ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം ഖിയാമത്ത് നാൾ വരെ ഇവിടെ ജീവിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഒരിക്കലും തന്നെ ഇതിനെ പിഴുതെടുത്തു മാറ്റാനും ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കാനും സാധ്യമല്ല. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. ലോകത്ത് ആര് തന്നെ എതിർത്താലും, പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂലിനെ ലോകത്തിന്റെ എല്ലാ മുക്കുമൂലകളിലും ഇസ്ലാമിന്റെ പ്രബോധനത്തിന് വേണ്ടി അല്ലാഹു തആല നിയോഗിച്ച പ്രവാചകനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെങ്കിൽ ആ നബി തങ്ങളുടെ ജൈത്രയാത്ര 23 വർഷക്കാലം, പ്രിയപ്പെട്ടവരെ, ഇവിടെ നടത്തിയതിന്റെ അനന്തര ഫലമായിട്ടാണ് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇന്ന് വിശുദ്ധമായ ഇസ്ലാം പടർന്നു പന്തലിച്ചിട്ടുള്ളത്. അല്ലാഹുവിന്റെ റസൂല് നബുവത്ത് കിട്ടിയതിന് ശേഷം ഒരേ ഒരു ഹജ്ജ് മാത്രമേ നിർവഹിച്ചിട്ടുള്ളൂ. ആ ഹജ്ജിന്റെ അറഫായിലെ പ്രസംഗത്തിൽ 1,24,000 അമ്പിയാക്കളെ സാക്ഷി നിർത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു വാക്കുണ്ട്, ഇവിടെ ഒരുമിച്ച് കൂടിയ 1,24,000 വരുന്ന സ്വഹാബത്തിനോട് ഞാൻ പറയുന്നു, ഈ ആശയങ്ങൾ എന്നിൽ നിന്ന് ഏറ്റുവാങ്ങിയ നിങ്ങളുണ്ടല്ലോ, ഇത് കേൾക്കാത്ത ജനതയ്ക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ആ നബിതങ്ങളുടെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൊച്ചു കേരളത്തിലും മഹാന്മാരായ സ്വഹാബത്ത് വന്നു.
അങ്ങനെ അവര് നിർമ്മിച്ച പള്ളികൾ, ആ പള്ളിയെ ചുറ്റിപ്പറ്റി ഉണ്ടായ സംസ്കാരങ്ങൾ, പ്രിയപ്പെട്ടവരെ ദീനീ വളർച്ചകൾ, സംരംഭങ്ങൾ, മദ്രസകൾ, അതുപോലെ തന്നെ ദീനീ സ്ഥാപനങ്ങൾ. ഇന്ന് നിങ്ങൾ നോക്കൂ, അൽഹംദുലില്ലാഹ്, ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൽ പോലും മുസ്ലിമീങ്ങൾക്ക് അവകാശപ്പെടാനില്ലാത്ത വിധം വളരെ വ്യക്തമായി നമ്മുടെ രാജ്യത്ത് ദീനിന്റെ നിയമങ്ങൾ പറയാനും പ്രവർത്തിക്കാനും പ്രബോധനം ചെയ്യാനും അതിനനുസരിച്ച് പ്രിയപ്പെട്ടവരെ ഇബാദത്ത് നിർവഹിക്കാനുമുള്ള ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടായത് എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ മഹാന്മാരായ സഹാബത്ത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും ഇന്ത്യ രാജ്യത്തിന്റെ മറ്റ് പല സംസ്ഥാനങ്ങളിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും മഹാന്മാരായ സ്വഹാബത്ത് കയറിച്ചെന്ന് പ്രിയപ്പെട്ടവരെ നബിതങ്ങളുടെ ആ സമത്വ സുന്ദരമായ മതത്തെ ലോകത്ത് പ്രബോധനം ചെയ്തതുകൊണ്ടാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല നമ്മുടെ ഈ യശസ്സും അഭിമാനവും ഖിയാമത്ത് നാൾ വരെ നിലനിർത്തുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കണം, നാം എന്നാണ് അള്ളാഹുവിന്റെ വഴിയിൽ നിന്ന് അകന്നു പോകുന്നത്? അപ്പോഴെല്ലാം അല്ലാഹു തആല പരീക്ഷണങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കും. ദറബല്ലാഹു മസലൻ ഖറിയതൻ കാനത് ആമിനതൻ മുത്മഇന്ന. വളരെ ശാന്തമായി ജീവിച്ചു വരുന്ന ഒരു നാട്ടുകാരുടെ ഉപമ നബിതങ്ങൾ അല്ലാഹു തആല വരച്ചു കാണിക്കുകയാണ്. യഅതിഹാ റിസ്ഖുഹാ റഗദൻ മിൻ കുല്ലി മകാൻ. ആ നാട്ടിൽ താമസിക്കുന്ന ആളുകൾക്ക് ജീവിക്കാൻ പര്യാപ്തമായ ഭക്ഷണം എല്ലാ ഭാഗങ്ങളിലും ഇങ്ങനെ അനുസ്യൂതം അനവരതം വന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ അല്ലാഹുവിന്റെ നിഅമത്തുകളെ തിരസ്കരിച്ച് ജീവിക്കാൻ അവർ തയ്യാറായപ്പോൾ ഫദാഖഹല്ലാഹു ലിബാസൽ ജൂഇ വൽ ഖൗഫി ബിമാ കാനൂ യസ്നഊൻ. അവർ ചെയ്ത ദുശ്ചെയ്തികൾ കാരണമായി അല്ലാഹു തആല അവർക്ക് പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ കൊടുത്തു, പല വിധത്തിലുള്ള പേടികൾ അവർക്ക് അല്ലാഹു തആല ധരിപ്പിച്ചു എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു തആല പറയുകയാണ്. ചരിത്രത്തിന്റെ നാള് വഴികൾ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ പല പല പരീക്ഷണങ്ങളും പ്രിയപ്പെട്ടവരെ ഈ സമൂഹം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, 7-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ചെങ്കിസ് ഖാൻ എന്ന് പറയുന്ന താർത്താരിയാക്കൾ ഇവിടെ എന്തെല്ലാം കലാപങ്ങളാണ് അഴിച്ചുവിട്ടത്. സുബ്ഹാനല്ലാഹ്, പള്ളികളായ പള്ളികൾ മുഴുവനും തകർത്തു, ഒരുപാട് മദ്രസകൾ തകർത്തു, കുത്തുബ്ഖാനകൾ തകർത്തു. ആ ചെങ്കിസ് ഖാന്റെ പടയോട്ടത്തിൽ താർത്താരിയാക്കൾ ലക്ഷക്കണക്കിന് ഗ്രന്ഥങ്ങൾ പ്രിയപ്പെട്ടവര് ജയ്ഹൂൺ എന്ന് പറയുന്ന നദിയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ആ നദിയിലെ വെള്ളം പോലും കറുത്തുപോയി എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, മഷി കൊണ്ട് പിടിപ്പിച്ചിട്ടുള്ള അറേബ്യൻ ഗ്രന്ഥങ്ങള് ചെങ്കിസ് ഖാന്റെ പടയോട്ടത്തിൽ ജയ്ഹൂൺ നദിയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ആ നദിയിലെ വെള്ളം പോലും കറുത്തുപോയി എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരു നദിയിലെ വെള്ളം മഷിയെപ്പോലെ കറുത്തു ഒഴുകാൻ മാത്രം എത്ര ഗ്രന്ഥങ്ങൾ! ലക്ഷക്കണക്കിന്, ഒരു ലൈബ്രറിയിൽ നിന്ന് മാത്രം 4 ലക്ഷം ഗ്രന്ഥങ്ങളാണ് പ്രിയപ്പെട്ടവരെ ചെങ്കിസ് ഖാന്റെ നേതൃത്വത്തിലെ പടയാളികൾ ജയ്ഹൂൺ നദിയിലേക്ക് വലിച്ചെറിഞ്ഞത് എന്ന് ചരിത്രത്തിൽ കാണാം. അവരുടെ ആ യാത്രയിൽ തകർക്കാത്ത പള്ളികളില്ല. അവര് കണ്ട മദ്രസകൾ മുഴുവനും നശിപ്പിച്ചു, ആലിമീങ്ങളെ കൊന്നൊടുക്കി പ്രിയപ്പെട്ടവര്. പക്ഷേ ഇനി ഇവിടെ ഒരു ഇസ്ലാം ഉണ്ടാകുമോ എന്ന് പോലും ഭയപ്പെട്ടു പോകുന്ന ഒരു പോയ സാഹചര്യം ഉണ്ടായിരുന്നു. ചരിത്രകാരന്മാര് രേഖപ്പെടുത്തിയത് ഇന്നൽ ആലമ മുൻദു ഖലഖല്ലാഹു തആല ആദമ ഇലൽ ആൻ ലം യുബ്തലൂ ബിമിസ്ലിഹാ. 7-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ചെങ്കിസ് ഖാന്റെ നേതൃത്വത്തിൽ താർത്താരിയാക്കൾ നടത്തിയ പടയോട്ടമില്ലേ, അതുപോലത്തെ ഒരു ഫിത്ന ആദം നബി മുതൽ ഈ സമയം വരെ ഉണ്ടായിട്ടില്ല. അതിനെയൊക്കെ തൃണവൽക്കരിച്ചുകൊണ്ട് അതിജയിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ മുസ്ലിം സമൂഹം ഇവിടെ കടന്നു വന്നിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? അള്ളാഹുവിനെ ഓർത്ത് കഴിയുന്ന ഒരു സമൂഹം ഇവിടെ ഉള്ളിടത്തോളം കാലം അല്ലാഹു തആല ഈ ദീനിന് ഇസ്സത്തും അഭിമാനവും നൽകും, ഒരു സംശയവും വേണ്ട. ഈ ലോകത്ത് അല്ലാഹ്
അല്ലാഹ് എന്ന് പറയാൻ ഒരാളില്ലാത്ത ഒരു കാലം വരുമ്പോഴാണ് ഈ ലോകത്ത് ഖിയാമത്ത് നാൾ ഉണ്ടാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കണം. അതാ 15-ാം വർഷം, ഹിജ്റ 15-ാം വർഷത്തില് പേർഷ്യൻ സാമ്രാജ്യത്തിനെതിരെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണാധികാരിയായപ്പോ മഹാനവരുകൾ നയിച്ച യുദ്ധമാണ് പ്രിയപ്പെട്ടവരെ ഖാദിസിയ്യ യുദ്ധം. അതിന്റെ നേതാവ് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ആ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനെ ഖാദിസിയയിലേക്ക് പറഞ്ഞു വിടുമ്പോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നൽകിയ ഒരു ഉപദേശമുണ്ട്. ഫഇന്നീ ആമുറുക വമൻ മഅക മിനൽ അജ്നാദി ബിതഖ്വല്ലാഹി അലാ കുല്ലി ഹാൽ. നിങ്ങൾ ഖാദിസിയയിലേക്ക് പോവുക, പേർഷ്യൻ സാമ്രാജ്യത്വത്തിനെതിരെ യുദ്ധം ചെയ്യാൻ പോവുകയാണ്. ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് നൽകാനുള്ള ഉപദേശം എന്താണ്? നീയും അബൂബക്കർ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറയാ, നിങ്ങളും നിങ്ങളുടെ സൈന്യവും അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം. ഫഇന്ന തഖ്വല്ലാഹി അഫ്ളലുൽ ഉദ്ദതി അലൽ അദു. ശത്രുക്കൾക്കെതിരെ നിങ്ങൾ സംഘടിപ്പിക്കുന്ന സാമഗ്രികളില്ലേ, ഒരുക്കങ്ങളില്ലേ, അതിലേറ്റവും വലിയ ഒരുക്കം നമ്മുടെ ഹൃദയങ്ങളിൽ സൂക്ഷിക്കുന്ന തഖ്വയാണ്. വഖവൽ മകീരതി ഫിൽ ഹർബി. യുദ്ധത്തിൽ നിങ്ങൾ എന്ത് തന്ത്രം മെനഞ്ഞാലും ആ തന്ത്രങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ടത് നിങ്ങളുടെ തഖ്വയാണെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു. മാത്രമല്ല വആമുറുക വമൻ മഅക അൻ തകൂനു അശദ്ദ ഇഹ്തിറാജൻ മിനൽ മആസി മിൻകും മിൻ അദുവിക്കും. നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളെ പേടിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളിൽ നിന്ന് പാപമുണ്ടാകുന്നതിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുകയും പേടിക്കുകയും വേണമെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വസിയത്ത് ചെയ്യുകയാണ്. എന്നിട്ട് പറയുന്നു, വഇന്നമാ യുൻസറുൽ മുസ്ലിമൂന ബിമഅസിയതി അദുവ്വിഹിം ലില്ലാഹ്. മുസ്ലിമീങ്ങൾ അല്ലാഹു തആല സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ശത്രുക്കൾ നിരന്തരമായി അല്ലാഹുവിന് പാപം ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. അവരല്ലാഹുവിനെ പാപം ചെയ്താണ് ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുമ്പോ അല്ലാഹുവിന്റെ സഹായം നമുക്ക് കിട്ടും. വലൗലാ ദാലിക ലം തകുൻ ലനാ ബിഹിം ഖുവ. അവര് പാപം ചെയ്തില്ലായിരുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ ശക്തി നമുക്ക് ലഭിക്കുകയില്ല. ലിഅന്ന അദദനാ ലൈസ കഅദദിഹിം. നമ്മുടെ ശക്തി നമ്മുടെ തഖ്വയാണ്. എണ്ണ ബലത്താൽ നമ്മൾ വളരെ കുറവാണെന്നറിയാമല്ലോ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കത്തിലൂടെ എഴുതുകയാണ്, വലാ ഉദ്ദതുനാ കഉദ്ദതിഹിം. അവരെ പോലെ യുദ്ധ സാമഗ്രികൾ നമുക്കില്ല എന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ. ഫൈദസ്തവൈനാ ഫിൽ മഅസിയ. നമ്മളും അവരെ പോലെ പാപം ചെയ്ത് അവരെ പോലെ തുല്യമാവുകയാണെങ്കിൽ ലകാന ലഹുൽ ഫദ്ലു അലൈനാ ഫിൽ ഖുവ. നമുക്ക് ശക്തി ലഭിക്കുകയില്ല, അവർക്കാണ് ശക്തി ഉണ്ടാവുക. വഇല്ലാ നുൻസറു അലൈഹിം ബിഫദ്ലിനാ. അപ്പോൾ നമുക്ക് അല്ലാഹുവിന്റെ സഹായം ലഭിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ലം നഗ്ലിബുഹും ബിഖുവതിനാ. നമ്മുടെ ശക്തി കൊണ്ട്, ആരോഗ്യം കൊണ്ട് അവരെ ജയിച്ചടക്കാനും നമുക്ക് സാധ്യമല്ല എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന് ഉപദേശം കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പറഞ്ഞുകൊണ്ടുവരുന്നത് അല്ലാഹുവിന് തഖ്വയിൽ അധിഷ്ഠിതമായി നാം ജീവിതം നയിക്കുന്ന കാലമത്രയും ശക്തന്മാര് നമ്മൾ തന്നെയാണ്. അല്ലാഹു തആല ഓരോരോ പരീക്ഷണങ്ങൾ വരുത്തി നാം ഉലയുകയും ആടുകയും ചെയ്യുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, പിന്നെയും ഒരു തിരിച്ചു വരവിന് വേണ്ടിയുള്ള ഒരുക്കത്തിനാണ്. ആ തയ്യാറെടുപ്പ് എന്ന ശ്രദ്ധയോടെ നാം വീണ്ടും വീണ്ടും അല്ലാഹുവിന്റെ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ തയ്യാറാകണമെന്ന് എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാനിങ്ങോട്ട് വരുമ്പോൾ റൂമിൽ വന്നിട്ട് ഒരാൾ ചോദിച്ചു, ഈ വർഷം ഉദ്ഹിയത്തുണ്ടോ എന്ന്. ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ വർഷം നമ്മൾ ഉദ്ഹിയത്ത് സാമൂഹ്യമായി നമ്മുടെ ജമാഅത്ത് അടിസ്ഥാനത്തിൽ തന്നെ വളരെ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട്. വലിയ പെരുന്നാൾ വരുന്ന ആ സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ, നേരത്തെ തന്നെ ആലോചിക്കണം. അതുകൊണ്ട് പഴയ അവസ്ഥയിൽ തന്നെ നമ്മുടെ ജമാഅത്ത് കമ്മിറ്റി
അതിന് നേതൃത്വം നൽകുകയും നടപ്പിലാക്കുകയും ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉദ്ഹിയ്യത്ത് അറുക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ആളുകളും ജമാഅത്ത് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഭാഗം കൃത്യമാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ജമാഅത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം പ്രിയപ്പെട്ടവരെ നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കുകയും സഹകരിക്കുകയും വേണം. അതാണ് നമ്മുടെ കരുത്ത്. നമ്മുടെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നിങ്ങൾ കണ്ടില്ലേ, നമ്മുടെ പള്ളി ഇപ്പോഴും പഴയതുപോലെ തന്നെ നിൽക്കുകയാണ്. ഒരു തക്യാവിന്റെ നിലവാരം പോലും ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തരുത്. ഈ പരിസരത്തുള്ള തക്യാവുകളൊക്കെ നല്ലപോലെ ചമയിച്ച് വൃത്തിയാക്കി AC-യും വെച്ച് നല്ല ലെവലിലാണ്. ഇവിടെയൊക്കെ തറാവീഹ് നിസ്കരിക്കുമ്പോൾ കഴിഞ്ഞ റമദാനിലൊക്കെ ഈ കത്തുന്ന ലൈറ്റ് പോലും ഓഫാക്കിയാണ് നമ്മൾ തറാവീഹ് നിസ്കരിച്ചത്. അത്രയും ശക്തമായ ചൂടായിരുന്നു. അതുകൊണ്ട് ഈ ജമാഅത്ത് കമ്മിറ്റിയും നാട്ടുകാരും ഒക്കെ നമ്മുടെ ഈ പള്ളിയുടെ കാര്യത്തിൽ കാര്യമായി ഇടപെടുകയും ഇത് നന്നാക്കാൻ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തുകയും വേണം. പ്രത്യേകിച്ച് നമ്മുടെ ജമാഅത്ത് എന്ന് പറയുമ്പോൾ, പള്ളി എന്ന് പറയുമ്പോൾ ഈ ഹൈവേയുടെ നേരെ ഓരത്താണ്. നമ്മുടെ ഈ റോഡിന് എന്തൊരു വികസനം ഉണ്ടായി നിങ്ങൾ നോക്കൂ. അപ്പൊ അതിനനുസരിച്ച് കാലോചിതമായ ഒരു വികസനം നമ്മുടെ പള്ളിക്കില്ലെങ്കിൽ നമ്മുടെ ജമാഅത്ത് വളരെ താഴെയായി പോകും. അതുകൊണ്ട് എല്ലാ ആളുകളും, കമ്മിറ്റിക്കാര് പ്രത്യേകിച്ചും നാട്ടുകാര് വിശേഷിച്ചും, ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് നല്ല ഒരു തീരുമാനമെടുത്ത് എത്രയും പെട്ടെന്ന് ഇതിലൊക്കെ സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പണ്ട് ഞാനിവിടെ പുൽശ്ശേരിക്കോട്ടയിൽ നിൽക്കുമ്പോൾ, ഇവിടെയൊക്കെ നിക്കാഹിന് വരുമ്പോൾ നമ്മളെ ബാത്റൂമിന്റെ അവസ്ഥ കണ്ടാൽ അല്ലോ വല്ലാത്ത സഹതാപമായിരുന്നു. നമ്മുടെ ഈ പരിസരത്തൊന്നും ഇല്ലാത്ത പള്ളിയുടെ ബാത്റൂം പോലെ ഏറ്റവും അഴുക്ക് പിടിച്ച ബാത്റൂം ഉള്ളതുപോലെ തന്നെ പറയണമല്ല. അൽഹംദുലില്ലാഹ് ഇന്ന് നമ്മുടെ ഈ പരിസരത്ത് കേരളക്കരയിൽ തന്നെ ഇങ്ങനത്തെ ഒരു ബാത്റൂം ഉണ്ടോ എന്ന് അറിയാൻ പാടില്ല. അത്രയും സുന്ദരമായി അൽഹംദുലില്ലാഹ് അതിന്റെ പണി തീർത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിലെ ഒരു സുഹൃത്താണ് അത് നമുക്ക് നൽകിയത്. ഇതുപോലെ നമ്മളെല്ലാവരും ഒത്തുപിടിച്ചാൽ നമ്മുടെ ഈ പള്ളിയും വളരെ ഭംഗിയായി നമുക്ക് നിർവഹിക്കാൻ പറ്റും. 2-3 ദിവസം മുമ്പ് നമ്മുടെ കുട്ടികളൊക്കെ ദർസ് പൂട്ടി നാട്ടിൽ പോയപ്പോൾ അവരുടെ ഡ്രസ്സുകളൊക്കെ എടുത്ത് ഉജാല പുരട്ടി ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കി. എന്ന് പറഞ്ഞാൽ താമസിക്കാൻ, മുത്താലിമ്യങ്ങൾക്ക് താമസിക്കാൻ പോലും ഒരു നല്ല ഒരു റൂമോ അല്ലെങ്കിൽ ഒരു സംവിധാനം ഒന്നും പ്രിയപ്പെട്ടവരെ ഇവരെ ഇല്ല. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് അതെല്ലാം നമുക്ക് ഉണ്ടാക്കണം. അടിസ്ഥാനപരമായി വിദ്യാഭ്യാസം നടത്താനുള്ള പഴയതുപോലെയൊന്നും അല്ലല്ലോ. പഴയ കാലത്ത് മുത്താലിമുകൾ പഠിക്കാൻ വരുമ്പോൾ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോലും ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇമാം നബവി റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, ഞാൻ വിശപ്പടക്കാൻ ഭക്ഷണമില്ലാത്തത് കൊണ്ട് ഒരു നേരത്തെ ഭക്ഷണം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ പഠിക്കാൻ പോയത്. മഹാനവരങ്ങൾ പറഞ്ഞ വാക്കാണ്. അള്ളാഹു അല്ലാത്ത നിയ്യത്ത് വെച്ചിട്ടാ പഠിക്കാൻ പോയത്. പക്ഷെ പഠിച്ചപ്പോൾ ഇൽമ് എന്നോട് പറഞ്ഞു അള്ളാഹുവിന് വേണ്ടി ജീവിക്കണമെന്ന്. അങ്ങനെ ഈ ലോകത്ത് 2ാം ശാഫിഈ എന്നറിയപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു എത്തിപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് അങ്ങനെ ഒരു കാലമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എല്ലാ വീട്ടുകാരും മക്കളും ഒക്കെ അത്യാവശ്യമൊക്കെ സാമ്പത്തികമായി അഭിവൃദ്ധിയുള്ള വീടുകളിൽ നിന്ന് തന്നെയാണ് മുത്താലിമ്യങ്ങൾ വരുന്നത്. അപ്പൊ അവർക്ക് താമസിക്കാൻ പറ്റുന്ന സാഹചര്യം വേണം. അതിനേക്കാൾ ഉപരി നമ്മുടെ പള്ളി, പ്രിയപ്പെട്ടവരെ, ഹൈവേയുടെ ഓരത്തുള്ള ഈ പള്ളി നല്ല നിലയിൽ ഇതിനെ സജ്ജീകരിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ആ ഒരു ഉത്തരവാദിത്വവുമായി ബന്ധപ്പെട്ട് ജമാഅത്ത് കമ്മിറ്റിയും നാട്ടുകാരും ഒക്കെ ഇടപെടണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.